Okay, so in the last class we have just started the Python programming. We have introduced the Python prompt. So just to take the Python, then these three arrows greater than greater than symbols shows the Python prompt. So first we did Python as a calculator. Simply put a Python command. Python will give the answer. So the നിങ്ങൾ അസൈൻമെന്റ് എല്ലാവരും ചെയ്തിരുന്നോ? സബ്മിറ്റ് ചെയ്തോ? കീബോർഡിലെ എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തോ എല്ലാവരും? അപ്പൊ അതിൽ നിങ്ങൾ ഇനി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അരിത്തമെറ്റിക് കമാൻഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. പ്ലസ് ഫോർ അഡീഷൻ, ദെൻ ആസ്ട്രിക് ഫോർ മൈനസ് ഫോർ hyphen symbol for minus, then asterisk for multiplication, and forward slash for division. ഓക്കെ, ബാക്ക്വേർഡ് സ്ലാഷും ഉണ്ട്. സ്ലാഷ് രണ്ട് തരമുണ്ട്, ഫോർവേഡ് സ്ലാഷും ബാക്ക്വേർഡ് സ്ലാഷും. ആ വ്യത്യാസമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കീബോർഡ് ക്യാരക്ടേഴ്സ് എല്ലാം എഴുതാൻ പറഞ്ഞത്. അസൈൻമെന്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ 50 minus 5 into 6 ബ്രാക്കറ്റിൽ ഡിവൈഡഡ് ബൈ 4. അപ്പം ഇതുപോലുള്ള എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നോർമലി നമ്മൾ മാത്തമാറ്റിക്സിൽ ചില റൂൾസ് ഉണ്ട്. അതേ റൂൾസ് തന്നെയാണ് ഇവിടെ പൈത്തണല്ല എല്ലാ ലാംഗ്വേജിലും അതേ റൂൾസ് തന്നെയാണ് കേട്ടോ. നമ്മൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന അതേ റൂൾസ് തന്നെയാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യും. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഇനി ഇതില് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്ലസും മൈനസും കേട്ടാ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈക്വൽ പ്രയോറിറ്റി ആണ്. അതുപോലെ പ്ലസിനും മൈനസിനും ഈക്വൽ പ്രയോറിറ്റി ആണ്. നോർമൽ ഇവാലുവേഷൻ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് പോകും. ഇവിടെ സംഭവിക്കുക ഇതാണ്. ഇപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, 5 into 6. അതായിരിക്കും ആദ്യം സംഭവിക്കുക, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രയോറിറ്റി കൂടുതൽ. ഞാൻ അതിന്റെ കംപ്ലീറ്റ് പ്രയോറിറ്റി ലിസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. എല്ലാ ഓപ്പറേറ്റേഴ്സിന്റെയും പ്രിസിഡൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് ഈ ഇതിൽ കാൽക്കുലേഷൻ, അതിന് റൂൾ ഉണ്ട്. മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സെയിം റൂൾ തന്നെയാണ്. ഇപ്പൊ പൈത്തന്റെ റൂൾസ് നമ്മൾ പഠിക്കും. മിക്കവാറും അതേ റൂൾസ് തന്നെയായിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക. പക്ഷെ ഓപ്പറേറ്റേഴ്സ് ചിലപ്പോൾ പല ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് പൈത്തന്റെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. അപ്പൊ ഇതിൽ ആദ്യം നടക്കുക 5 into 6 തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ എത്ര ആൻസർ കിട്ടുക? 30 കിട്ടും. പിന്നെയാണ് ഈ സബ്ട്രാക്ഷൻ നടക്കുക. 50 minus 30 നടക്കും. അപ്പൊ എത്ര കിട്ടും? 20 കിട്ടും. ദെൻ ഫൈനലി ഡിവിഷൻ നടക്കും. 20 divided by 4, അതിന്റെ ആൻസർ 5 കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി നോക്കുക. ഇപ്പൊ ബ്രാക്കറ്റ് ഇല്ലാണ്ട് എഴുതി നോക്കുക. അപ്പൊ എന്താ ഉത്തരം കിട്ടാൻ നോക്കുക. അതൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുക. ഈ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ എത്രയായിരിക്കും ഉത്തരം കിട്ടുക? ആരാ പറയാ? പെട്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചാൽ മതി, സമയം കളയണ്ട. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുക? എന്താ നടക്കുക? ആദ്യം ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ വരും. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം നടക്കും. 5 into 6 30 നടക്കും. പിന്നെ അത് കഴിഞ്ഞ് നടക്കുക ഡിവിഷൻ ആയിരിക്കും നടക്കുക. 30 by 4 നടക്കും. എന്നിട്ട് പിന്നെ ഈ സബ്ട്രാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ആൻസർ 5 ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആൻസർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ബ്രാക്കറ്റ് ഇല്ലാണ്ടും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത കമാൻഡിലേക്ക് പോവാം. ഡബിൾ സ്ലാഷ്, ഫോർവേഡ് സ്ലാഷ് രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഉത്തരം ഉണ്ടാവുക? ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ അത് നോക്കി ചെയ്തോളില്ലേ. ഞാൻ പറഞ്ഞാൽ പോലെ എന്താ സംഭവം. 7/3 ഡബിൾ സ്ലാഷ് കാണിക്കുന്നത് ഇന്റിജർ ഡിവിഷൻ ആണ്. എന്നുവെച്ചാൽ റിസൾട്ട് ഇന്റിജർ ആയിരിക്കും, പക്ഷെ ഫ്ലോർ ആയിരിക്കും. ഫ്ലോർ ഇന്റിജർ ഡിവിഷൻ റിട്ടേൺസ് ദ ഫ്ലോർ. അതാണ് അതിന്റെ ലോജിക്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ 7/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ എത്ര? ശരിക്കും ആൻസർ നമുക്കറിയാം എത്രയാണ് വരിക. 7/3 2.3 എത്രയെങ്കിലും വരും അല്ലെ. 2.3 എന്നല്ല വരെ നോർമലി. പക്ഷെ ഇത് ഇന്റിജർ ഡിവിഷൻ ആണ്. ഡബിൾ സ്ലാഷ് സിംഗിൾ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഉത്തരം കാണാം. പക്ഷെ ഡബിൾ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി ആൻ ഇന്റിജർ. ഓക്കെ, പക്ഷെ അത് ഫ്ലോർ ആയിരിക്കും. ഇപ്പൊ 2.3 കിട്ടിക്കഴിഞ്ഞാൽ 2.3 ശരിക്കും പറഞ്ഞാൽ 2-ന്റെയും 3-ന്റെയും ഇടയിലാണ്. ശരിയല്ലേ? അപ്പൊ അതിൽ ഫ്ലോർ ഏതാണ്? ലോവർ വാല്യൂ ഏതാണ്? 2 ആണ്. അപ്പൊ ആൻസർ 2 കാണിക്കും. ക്ലിയർ ആയോ? ഇനി അടുത്ത എക്സാമ്പിൾ 7/3. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡിവിഷൻ തന്നെയാണ് ആദ്യം ചെയ്യുക. അപ്പൊ 7 ഇന്റിജർ ഡിവിഷൻ ചെയ്യും, -3 വരും. അപ്പൊ ഉത്തരം എത്രയായിരിക്കും? -2.33 ആയിരിക്കും. അപ്പം അതിന്റെ ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കിട്ടണ്ടേ? അത് ഏതിന്റെ ഇടയ്ക്കൊക്കെയാ? -2-ന്റെയും -3-ന്റെയും ഇടയിലാണ്. അതില് ഫ്ലോർ വാല്യൂ ഏതാണ്? ലോവസ്റ്റ് വാല്യൂ ഏതാണ്? -3 ആണ്. മനസ്സിലായോ? -3 അല്ലേ ചെറുത്, -2 വലുതാണ്. മൈനസിന്റെ ഓർഡർ അങ്ങനെയാണ്, അറിയാലോ. അപ്പൊ -3 ആണ് ഏറ്റവും ചെറുത്, അതുകൊണ്ട് ഇവിടെ -3. കണ്ടാ, ഇത് രണ്ടും വ്യത്യാസം മനസ്സിലായ? 7/3 2-ഉം 7/3 -3 ആണ്. ഇനി നിങ്ങൾ ഇവിടെ മൈനസ് ഇപ്പുറത്ത് 7 ഇട്ട് നോക്കുക. അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിന്റെ ആൻസറുകളൊക്കെ മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിവിഷൻ ശരിക്കും പറഞ്ഞാൽ പഴയ പൈത്തൺ വെർഷനും പുതിയ പൈത്തൺ വെർഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ പഴയ വെർഷന്റെ ഞാൻ പിന്നെ പറഞ്ഞു തരാം, എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് പറയുന്നില്ല. ആദ്യം നമ്മൾ ഈ പുതിയ വെർഷൻ നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ രണ്ടിലും നിങ്ങൾക്ക് കിടക്കാം. രണ്ടിലും കടന്നു കഴിഞ്ഞാൽ ഈ ഡിവിഷന്റെ കേസിൽ മാത്രം രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പൊ ഞാൻ പുതിയത് മാത്രം പറഞ്ഞു പോകും, അത് നമ്മൾ എക്സ്പെർട്ട് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഴയ 2.7 വെർഷൻ 3 താഴെയുള്ള വെർഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ 3/5 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 പോയിന്റ് ഉണ്ട്, പക്ഷെ ഉത്തരം ഇന്റിജർ ആണ്, അതുകൊണ്ട് 0. ലോവസ്റ്റ് വാല്യൂ 0 ആണ്, അതുകൊണ്ട് 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈക്വൽ ടു സൈൻ. ഈക്വൽ ടു സൈൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് ആക്ച്വലി മാത്തമാറ്റിക്കൽ ഈക്വൽ ടു അല്ല, ഇതൊരു അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുക. ഇപ്പൊ വിഡ്ത്ത് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ ഈ 20 എന്ന് പറയുന്ന വാല്യൂ ലെഫ്റ്റ് സൈഡിലെ വാരിയബിൾ വിഡ്ത്ത് എന്നാണ് പേര്, വിഡ്ത്ത്. അപ്പൊ വിഡ്ത്ത് എന്ന് പറഞ്ഞ ഒരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ x ഈക്വൽ ടു അല്ലെങ്കിൽ w ഈക്വൽ ടു 20 എന്ന് എഴുതിയാലും മതി. w ആണ് അപ്പൊ വാരിയബിൾ നെയിം. ഒരു വാരിയബിൾ നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ വാരിയബിളിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഓരോ വാരിയബിളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ വിഡ്ത്ത് എന്നുള്ള പേര് കൊടുത്തിരിക്കണേ. അപ്പൊ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ 20 എന്ന് പറയുന്ന വാല്യൂ വിഡ്ത്ത് എന്ന് പറയുന്ന വാരിയബിളിലേക്ക് അസൈൻ ചെയ്യാണ് ചെയ്യുക. സോ ഈക്വൽ ടു ഈസ് നോൺ ആസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. മനസ്സിലായില്ലേ? മാത്തമാറ്റിക്കലി ഈക്വൽ ടു ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ് എന്നോ കാണിക്കുന്നത് മാത്തമാറ്റിക്കലി കാണിക്കുന്നത് അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ്. അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. ഹൈറ്റ് ഈക്വൽ ടു 5 × 9. നാളത്തെ കഴിഞ്ഞ് ഒരു ക്ലാസ് 34 മണിക്കൂർ അവിടെയായി. 34 മണിക്കൂർ റൊണാൾഡിനെ മ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കൂ. ഹൈറ്റ് ഈക്വൽ ടു 5 × 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ നടത്തി റൈറ്റ് സൈഡിൽ എന്താണെന്ന് ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ആണ്, ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ഒരു എക്സ്പ്രഷൻ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള വാരിയബിളിലേക്ക് അസൈൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 9 45 അല്ലേ? അപ്പൊ 45 എന്ന് പറയുന്ന വാല്യൂ ഹൈറ്റ് എന്ന് പറയുന്ന വാരിയബിളിലേക്ക് അസൈൻ ചെയ്യും. മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾ വിഡ്ത്ത് എന്ന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ 20 കാണാം, ഹൈറ്റ് എന്ന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ 45 കാണാം,
വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എത്രയാണെന്ന് വെച്ചാൽ എഴുതി കാണിക്കും. 900 എഴുതി കാണിക്കും. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ ഞാൻ മുമ്പ് ടൈപ്പ് മറ്റുള്ള ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ സി ലാംഗ്വേജോ ജാവയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. പല ലാംഗ്വേജിലും അല്ലെങ്കിൽ ഫോർട്രാനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ വാരിയബിളിന്റെ ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം ആദ്യം തന്നെ. ഈ വാരിയബിൾ ഇപ്പൊ നമ്മൾ വിഡ്ത്ത് എന്ന് പറഞ്ഞ വാരിയബിൾ ഇന്റിജർ ആണോ അതോ റിയൽ ആണോ എന്താണോ നമ്മൾ ഉദ്ദേശിക്കണേ നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം. പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം പറയണത്. അത് വേറെ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ചില ലാംഗ്വേജിൽ അങ്ങനെയാണ്, ചില ലാംഗ്വേജിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തിനാ ഇതിങ്ങനെ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റിജർ ആണെങ്കിൽ കമ്പ്യൂട്ടർ അതിന്റെ മെമ്മറിയില് കുറച്ച് ഇന്റിജറിനുള്ള ഒരു വിഡ്ത്ത് കുറച്ച് മെമ്മറി ലൊക്കേഷൻസ് റിസർവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അത്. മനസ്സിലായല്ലോ? എന്തിനാ ഡിക്ലെയർ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻകൂർ മെമ്മറി ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. മെമ്മറി ഇന്റിജറിനും ഫ്ലോട്ടിനും, അതായത് റിയൽ നമ്പർ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു പോയിന്റ് ഉണ്ടാവും, ഡെസിമൽ കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് കുറെ ഡിജിറ്റ്സ് ഉണ്ടാവും. അപ്പൊ രണ്ട് പാർട്ട് ഉണ്ടാവും റിയൽ നമ്പറിന്. അപ്പൊ 3.14 3 എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ്. പോയിന്റ് സ്റ്റോർ ചെയ്യണം, 14 സ്റ്റോർ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ അതിന് മെമ്മറി കുറച്ചും കൂടെ കൂടുതൽ വേണം, രണ്ട് പാർട്ടായിട്ടും സ്റ്റോർ ചെയ്യണമെങ്കിൽ. ഇത് മുൻകൂട്ടി പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പല ലാംഗ്വേജിലും പറയണം. പറഞ്ഞില്ലെങ്കിൽ എററാണ് വരിക. പക്ഷെ പൈത്തണിൽ അങ്ങനെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണ്ട, മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള വാരിയബിളിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം സാധിക്കാം. മറ്റുള്ള ലാംഗ്വേജിലൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ വിഡ്ത്ത് ഈക്വൽ ടു 20 എന്ന് എഴുതണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പോയിട്ട് ഇന്റ് വിഡ്ത്ത് എന്ന് പറയണം. വിഡ്ത്ത് എന്ന് പറഞ്ഞത് ഒരു ഇന്റിജർ ടൈപ്പ് വേരിയബിൾ ആണെന്ന് പറയണം. സി ലാംഗ്വേജിലാണെങ്കിൽ, ജാവയിലാണെങ്കിൽ പറയണം, ഫോർട്രാനിലാണെങ്കിൽ പറയണം. പക്ഷെ പൈത്തൺ കുറച്ചും കൂടെ നമുക്ക് ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല ഇപ്പൊ മെമ്മറി ഒക്കെ കമ്പ്യൂട്ടറുകൾക്കൊക്കെ ഒരുപാട് മെമ്മറി ഉണ്ട്. മെമ്മറി ഇപ്പൊ അത്ര കോസ്റ്റ്ലി അല്ലാണ്ടായി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പോളിസി എടുത്തിരുന്നത്. ഇപ്പൊ പക്ഷെ നമുക്ക് ഇപ്പൊ ചെറിയ കമ്പ്യൂട്ടറിന് തന്നെ നല്ല 4 GB റാം ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 8 GB റാം ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മെമ്മറി ലാവിഷ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പ്രോഗ്രാമറിന്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് പൈത്തൺ പഠിക്കുന്ന ആൾക്ക് ഏറ്റവും ഉള്ള ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പൈത്തണിന്റെ ഉദ്ദേശം. കുറെ അതിന്റെ പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റിയിലേക്കൊന്നും പോവാതെ പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പൈത്തൺ പോലെയുള്ള ലാംഗ്വേജിന്റെ പർപ്പസ്. അതുകൊണ്ടാണ് അത് ഇത്രയ്ക്ക് പെട്ടെന്ന് പോപ്പുലർ ആയത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ പൈത്തൺ പുതിയ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഓപ്പറേഷൻ, വേറൊരു എക്സാമ്പിള്. ഇത് വേറെ ലാംഗ്വേജിലൊന്നും ഇല്ലാത്ത ഒരു ഓപ്ഷനാണ്. മൾട്ടിപ്പിൾ അസൈൻമെന്റ് എന്ന് പറയും. നോക്കൂ, x ഈക്വൽ ടു y ഈക്വൽ ടു z ഈക്വൽ ടു 0. അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇത് വേറെ ലാംഗ്വേജിലൊന്നും അലൗഡ് അല്ല കേട്ടോ. ഇതിലിപ്പോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ സംഭവിക്കുക എക്സിന്റെ വാല്യൂ, വൈയുടെ വാല്യൂ, ഇസഡിന്റെ വാല്യൂ എല്ലാം 0 ആയിട്ട് മാറും. അതായത് ഇഫക്റ്റീവ് നടക്കുക ഇങ്ങനെയാണ്: ഇസഡിന് 0 ആവും, ആ 0 വൈയിലേക്ക് അസൈൻ ചെയ്യും, ആ 0 എക്സിലേക്ക് അസൈൻ ചെയ്യും. അപ്പൊ നിങ്ങൾ എക്സ് ടൈപ്പ് ചെയ്താലും വൈ ടൈപ്പ് ചെയ്താലും ഇസഡ് ടൈപ്പ് ചെയ്താലും 3 0 ആയിരിക്കും. സിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് 3 എണ്ണമായിട്ട് തന്നെ എഴുതണം. എക്സ് ഈക്വൽ ടു 0 സെമിക്കോളൻ, വൈ ഈക്വൽ ടു 0 സെമിക്കോളൻ, ഇസഡ് ഈക്വൽ ടു 0 സെമിക്കോളൻ എന്ന് തന്നെ എഴുതേണ്ടി വരും. അപ്പൊ ആ 3 എക്സ്പ്രഷൻ ഇപ്പൊ പൈത്തൺ കുറച്ചും കൂടെ ഈസി. നമുക്ക് കണ്ടില്ലേ, മൾട്ടിപ്പിൾ അസൈൻമെന്റ് ചെയ്യാം. അതായത് ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഒന്നിലധികം വാരിയബിൾസിനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. എല്ലാത്തിനും ഒരേ വാല്യൂ ആണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ പറ്റില്ല. ഇനി വേറെയും കുറച്ച് സൂത്രങ്ങളൊക്കെ ഉണ്ട് പൈത്തണിൽ, ഞാൻ പറഞ്ഞുതരാം. ഇത് പഠിച്ചില്ലേ, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒരേ വാല്യൂ തന്നെ, ഈ 0 തന്നെ എല്ലാത്തിനും അസൈൻ ചെയ്യാം. ഈ ഹാഷ് ഇട്ടിട്ട് എഴുതുന്നത് ഞാൻ പറഞ്ഞു, അത് കമന്റ് ആണ്. ഈ ഹാഷ് ഇട്ടിട്ട് എഴുതുന്നത് എന്ത് എഴുതിയാലും ഇവിടുന്ന് തൊട്ട് ഇതൊക്കെ കമന്റ് എഴുതലാണ്. അത് പൈത്തൺ ഇഗ്നോർ ചെയ്യും. ഹാഷിന് ശേഷം വരുന്ന നിങ്ങൾക്ക് എന്ത് എഴുതി വയ്ക്കാം, അതൊന്നും അത് നോക്കൂല, ഇഗ്നോർ ചെയ്യും.
ഓക്കെ. ഇനി അടുത്തത് സിംഗിൾ സ്ലാഷ്. സാധാരണ ഡിവിഷൻ. നേരത്തെ നമ്മൾ ഇന്റിജർ ഡിവിഷൻ പഠിച്ചു. ഇനി സാധാരണ ഡിവിഷൻ. നമ്മൾ ഇതൊരു എക്സ്പ്രഷൻ ആണ്, 3 × 3.75. കണ്ടില്ലേ ഇവിടെ ഇതൊരു ഫ്ലോട്ട് നമ്പർ ആണ്. 1 ഡിവൈഡഡ് ബൈ 1.5. 1.5 ഫ്ലോട്ട് ആണ്. ഇത് 3 എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ട് ടൈപ്പ് വേരിയബിൾസ് ഇതിലുണ്ട്. ഒരു ഇന്റീജർ ടൈപ്പും ഉണ്ട്, 2 ഫ്ലോട്ടും ഉണ്ട്. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഫൈനൽ റിസൾട്ട് ഇതിപ്പോ ഒരു മിക്സ്ഡ് ഓപ്പറേഷൻസ് ആണ്. ഇന്റിജറും ഫ്ലോട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് അലൗഡ് ആണ്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ആയിരിക്കും. മനസ്സിലായില്ലേ? There is a full support for the floating point operations with the mixed type operands. Converts the integer operand to floating point. അപ്പൊ ഇവിടെ ആക്ച്വലി ഇവിടെ നടക്കുക ഈ 3നെ 3.0 എന്നുള്ള പോലെ ആക്കിയിട്ടാണ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക. അപ്പൊ അത് ഒരേ ലാംഗ്വേജിന് ഡിഫറെന്റ് ആണ്. ഫോർട്രാനോ ഒക്കെ വരുമ്പോൾ വേറെ ടൈപ്പ് ആയിരിക്കും. മനസ്സിലായല്ലോ? അടുത്തത് വേറൊരു നമ്മുടെ ഈ പൈത്തൺ ഇങ്ങനെ സിമ്പിൾ ആണെങ്കിലും വളരെ എക്സ്ട്രീം കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഫിസിക്സിലെ വലിയ സംഭവങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മള് വേവ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേവ് ഫംഗ്ഷൻ നമുക്കറിയാം കോംപ്ലക്സ് ആണെന്ന് അറിയാം അല്ലെ? സൈ സ്റ്റാർ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, ഓർമ്മയില്ലേ? അപ്പൊ ആ കോംപ്ലക്സ് നമ്പറിന് പൈത്തണിൽ അലൗഡ് ആണ്. കോംപ്ലക്സ് ടൈപ്പ് വേരിയബിൾ, ഒരു വേരിയബിളിനെ നമുക്ക് വേണമെങ്കിൽ കോംപ്ലക്സ് ടൈപ്പ് ആയിട്ട് ഉപയോഗിക്കാം. ഡിക്ലെയർ ഒന്നും ചെയ്യണ്ട. അത് കൊടുത്ത് നമ്മളിപ്പോ ഒരു ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് മെമ്മറി റിസർവ് ചെയ്തോളും. മനസ്സിലായല്ലോ? അപ്പൊ ടൈപ്പ് ഡിക്ലറേഷന്റെ ആവശ്യമില്ല. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് അലൗഡ് ആണ്. അപ്പൊ അത് എങ്ങനെയാ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ അറിയാം, റിയൽ നമ്പർ പ്ലസ് ഇമാജിനറി നമ്പർ ഇൻറ്റു ഐ അല്ലെ, x + iy എന്നുള്ള ഫോമിലാണ് അത് എഴുതുക. സാധാരണ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ എഴുതുക. ഇവിടെ ഉപയോഗിക്കേണ്ടത് ജെ എന്നുള്ള ലെറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇമാജിനറി നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാപിറ്റൽ ജെയോ സ്മോൾ ജെയോ ഉപയോഗിക്കാം. ഓക്കെ. ഇനി അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ആദ്യം റിയൽ പാർട്ട് എഴുതണം, എന്നിട്ട് ഒരു പ്ലസ് ഇടണം, എന്നിട്ട് ഇമാജിനറി പാർട്ട് എഴുതണം, എന്നിട്ട് ലാസ്റ്റ് ഈ ജെ ഇടണം. സ്മോൾ ജെയോ ക്യാപിറ്റൽ ജെയോ ഇടാം. മനസ്സിലായോ? അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ആണ്, കോംപ്ലക്സ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് റിയൽ കോമ ഇമാജിനറി പാർട്ട് എഴുതിയാൽ മതി. രണ്ട് രീതിയിൽ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ലാംഗ്വേജ് ഭയങ്കര പവർഫുൾ ലാംഗ്വേജ് ആണെന്ന് അർത്ഥം. എല്ലാ ലാംഗ്വേജിലും പറ്റണമെന്നില്ല കേട്ടോ. കോംപ്ലക്സ് നമ്പറൊന്നും ചിലപ്പോൾ എല്ലാ ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യില്ല. പ്രത്യേകിച്ച് സയൻസ് പോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന ലാംഗ്വേജസിനാണ് അത് സപ്പോർട്ട് ചെയ്യുക, കോംപ്ലക്സ് നമ്പർ. ഇപ്പൊ ബിസിനസ് ക്ലാസ്സുകാർക്ക്, കോമേഴ്സുകാർക്കൊന്നും കോംപ്ലക്സ് നമ്പർ ഒരിക്കലും വരില്ല. അവർക്ക് എപ്പോഴും റിയൽ നമ്പർ ആയിട്ട് മാത്രമേ ഡീൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ലാംഗ്വേജിലൊന്നും കോംപ്ലക്സ് നമ്പർ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്, 2j × 3j. അപ്പൊ ആദ്യം ഞാൻ ഈ ജെ സ്മോൾ ഇട്ടു, ഈ ജെ ക്യാപിറ്റൽ ഇട്ടു. അപ്പൊ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്തുണ്ടാവുക? ഇതിലിപ്പോ 2j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ ആദ്യത്തേന്, റിയൽ പാർട്ട് ഇല്ല. റിയൽ പാർട്ട് 0 ആണ്. 0 പ്ലസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ഇട്ടിട്ട് എഴുതണം. ഓക്കെ. രണ്ടാമത്തേനും റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, അതിന്റെ വാല്യൂ 3 ആണ്. ആദ്യത്തെ ഇമാജിനറി പാർട്ടിന്റെ വാല്യൂ 2 ആണ്, പിന്നത്തെ വാല്യൂ 3 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 6 വരും. ഓക്കെ. പിന്നെ j² വരും. 6j² എന്ന് വരും. j² എന്ന് വെച്ചാൽ എത്രയാണ്? -1 ആണ് അല്ലെ? -1 √(-1) × √(-1), ദാറ്റ് ഈസ് -1. അപ്പൊ -6 ആണെന്ന് വരിക. സോ -6 പ്ലസ് ഉത്തരം എന്ത് വരും? 0j എന്ന് വരും. കോംപ്ലക്സ് നമ്പർ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് മനസ്സിലാക്കി വെച്ചോളൂ, ഇതിന്റെ ഉത്തരങ്ങളൊക്കെ. കണ്ടില്ലേ? അപ്പൊ അതിന്റെ കൂടെ ഒരു ബ്രാക്കറ്റും കൂടിയിട്ടാണ് അത് സാധാരണ റെപ്രസെന്റ് ചെയ്യുക. കോംപ്ലക്സ് നമ്പറിനെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് സാധാരണ പൈത്തൺ റെപ്രസെന്റ് ചെയ്യുക.
അപ്പൊ -6 + 0j എന്ന് ഉത്തരം വരും. ക്ലിയർ അല്ലേ? ഇത് തന്നെ ഞാൻ വേറെ രീതിയിൽ എഴുതണേ. 2j അത് തന്നെ എഴുതി. 3j എന്നുള്ളത് ഇങ്ങനെ എഴുതി. കോംപ്ലക്സ് ബ്രാക്കറ്റില് 0,3 എന്ന് എഴുതി. അപ്പൊ അത് ഈ 3j തന്നെയാണ്. അത് റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 3 ആണ്. അപ്പോഴും അതേ ഉത്തരം തന്നെ കിട്ടും. മനസ്സിലായില്ലേ? ഞാൻ അടുത്ത് നോക്കൂ. 3 + 1j × 3. ഓക്കെ, ഞാനിതെല്ലാം പൈത്തൺ ഇന്റർപ്രറ്ററിൽ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളേ. ഇങ്ങനെ തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക. സാധാരണ പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മറ്റേതും കൂടെ ഒപ്പായിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അത് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ നിൽക്കണം, സമയം പോകും. ഈ സ്ക്രീൻ ഷെയർ അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. പക്ഷെ നമുക്ക് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. റൂൾസ് ഒക്കെ പഠിച്ചു വെക്കുക, എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പൈത്തൺ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. അപ്പൊ അതാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യണേ. നിങ്ങളിത് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഉത്തരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി എടുക്കുക, ഓരോന്ന് എങ്ങനെയാ വർക്ക് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അടുത്തത് നോക്കൂ. 3 + 1j × 3 എന്നുവെച്ചാൽ എന്താണ്? ഈ j ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പാർട്ടിനെ കോംപ്ലക്സ് നമ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടാണ്, 1 ഇമാജിനറി പാർട്ടാണ്. 3 + 1j എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. × 3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നോക്കൂ, × 3 എന്നായിട്ടിരിക്കണേ. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? നോക്കൂ, 3 + 1j × 3. കണ്ട? അപ്പൊ അതിന്റെ ഉത്തരം വരിക ഈ റിയൽ പാർട്ടിനെ ഒന്നും ചെയ്യില്ല, അത് 3 തന്നെ വരും. ഇമാജിനറി പാർട്ടിനെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുക. 1j നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഉത്തരം എത്രയാവും? 3j എന്നാവും. പക്ഷെ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടാലോ, ഈ കോംപ്ലക്സ് നമ്പർ അങ്ങനെ തന്നെ ബ്രാക്കറ്റിൽ ഇട്ടാലോ, അപ്പൊ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യും. റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യും. 9 + 3j എന്ന് ഉത്തരം എഴുതി കാണിക്കും. ഓക്കെ, അടുത്തത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഡിവിഷൻ ആണ്. 1 + 2j ഒരു കോംപ്ലക്സ് നമ്പർ ഡിവൈഡഡ് ബൈ 1 + 1j അനദർ കോംപ്ലക്സ് നമ്പർ. അപ്പൊ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവിഷൻ വന്നാൽ എന്താ ചെയ്യുക? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ഈ ജാം എക്സാം ഒക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരിങ്ങനെ അടിയിൽ കോംപ്ലക്സ് നമ്പറുള്ള സംഭവങ്ങളൊക്കെ തരും. അപ്പൊ എന്താ ചെയ്യാ? കോൺജുഗേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. കോൺജുഗേറ്റ് കൊണ്ട് അടിയിലും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അടിയിൽ നമുക്ക് റിയൽ ആയിട്ട് കിട്ടും. അപ്പൊ 1 + 1j കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 - 1j ആണ്. അതുകൊണ്ട് അടിയിലും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് അടിയിൽ √(a² + b² ആ ഫോർമാറ്റിൽ ഉത്തരം വരും. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് എന്ത് കിട്ടും? പിന്നെ ഡിവൈഡ് ചെയ്താൽ മതി. രണ്ട് പാർട്ടിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. 1.5 + 0.5j എന്ന് ഉത്തരം വരും. അപ്പൊ ജാം എക്സാമിനൊക്കെ അടിയിൽ കോംപ്ലക്സ് നമ്പർ ഇട്ട് തരും. അപ്പൊ നിങ്ങൾ അത് കൺവേർട്ട് ചെയ്തേക്കണം കേട്ടോ. അടിയിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ പരിപാടി നിങ്ങൾ നള്ളിഫൈ ചെയ്യണം. എന്നിട്ട് വേണം ഏതെങ്കിലും ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ഓക്കെ, ഇനി കോംപ്ലക്സ് നമ്പറിന് തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാം. കോംപ്ലക്സ് നമ്പേഴ്സ് വേറൊരു രീതിയിൽ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിന്റെ രണ്ട് പാർട്ടിനെയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇസഡ് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമ്മൾ z.റിയൽ എന്ന് എഴുതി കഴിഞ്ഞാൽ റിയൽ പാർട്ട് മാത്രം കിട്ടും. അതുപോലെ z.imag എന്ന് എഴുതി imag എന്ന് എഴുതിയാൽ ഇമാജിനറി പാർട്ട് കിട്ടും. അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. a = ഒരു കോംപ്ലക്സ് നമ്പർ 1.5 + 0.5j. അതിൽ നമ്മൾ a.റിയൽ എന്ന് പറഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? 1.5 ആയിരിക്കും. അതുപോലെ a.imag എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം 0.5 ആയിരിക്കും. അപ്പൊ നമുക്ക് കാൽക്കുലേഷനിലൊക്കെ അങ്ങനെ ആവശ്യം വരും. റിയൽ ഇങ്ങനെ കോംപ്ലക്സ് നമ്പർ അങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് റിയൽ പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡോട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പൊ വാരിയബിളിനെയും ഡോട്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡോട്ടിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ മെമ്പർ ഓപ്പറേറ്റർ. ഇനിയും വരും കേട്ടോ, പല സ്ഥലത്തും ഡോട്ട് വരും. അപ്പൊ ഡോട്ട് കാണിക്കുന്നത് എന്താണ്? ഡോട്ട് എന്ന് കാണിക്കുന്നത് മെമ്പർ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ,
അപ്പൊ നിങ്ങളെ എനിക്ക് വേണമെങ്കിൽ വിളിക്കാം BSc 6th sem ഡോട്ട് എന്ന് വിളിക്കാം. ഡോട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് ആദർശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ് ഈസ് എ മെമ്പർ ഓഫ് BSc ക്ലാസ് എന്നർത്ഥം. അപ്പൊ ഡോട്ട് എന്താണ് കാണിക്കുന്നത്? മെമ്പർ ഓപ്പറേറ്റർ ആണ്. അപ്പൊ എ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എയിലുള്ള മെമ്പർ റിയൽ പാർട്ട് ഏതാണ്? 1.5. അപ്പൊ ഡോട്ടിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഡോട്ട് ഷോസ് മെമ്പർ ഓപ്പറേറ്റർ. അതൊരു ഓപ്പറേറ്റർ ആണ്, അല്ലാതെ വെറുതെ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് പോലെ കുത്തിടുന്നതല്ല. പ്രോഗ്രാമിങ്ങിൽ ഇടയിൽ തോന്നി പോലെ ഒന്നും കുത്തിടാനൊന്നും പറ്റൂല. കുത്ത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ തൊട്ട് മുമ്പുള്ളതിന്റെ മെമ്പർ ആണോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഒരു എക്സ്പ്രഷൻ എഴുതി തമാശക്ക് ഒരു കുത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം തരും, പക്ഷെ ആ ഉത്തരം തരുന്നത് ഈ മെമ്പർ എന്നുള്ള കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാവും. അതുകൊണ്ടാണ് ഞങ്ങളോട് കീബോർഡിലെ എല്ലാ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് എഴുതാൻ പറഞ്ഞത്. ആ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ ഓരോ സ്ഥലത്തും ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇടുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. സാധാരണ നമ്മൾ എഴുതുന്ന പോലെയൊന്നും അല്ല ചെയ്യാം. റൂൾസ് ഉണ്ട്, റൂൾസ് റെഗുലേഷൻസ് കൃത്യമായിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ പഠിക്കണം. ഓക്കെ, അടുത്തത് അപ്പോൾ ഒരുവിധം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. വേരിയബിൾസ് ഒക്കെ നമ്മൾ ഇപ്പൊ എത്ര വേരിയബിൾസ് കണ്ടു? ഇന്റിജർ വേരിയബിൾ കണ്ടു, ഫ്ലോട്ട് വേരിയബിൾ കണ്ടു, കോംപ്ലക്സ് വേരിയബിൾ കണ്ടു. 3 ടൈപ്പ് വേരിയബിൾ പഠിച്ചില്ലേ? അതുപോലെ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? പ്ലസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് കുറെ പഠിച്ചു. പ്ലസ് പഠിച്ചു, മൈനസ് പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു, ഇന്റിജർ ഡിവിഷൻ പഠിച്ചു, പിന്നെ മെമ്പർ ഓപ്പറേഷൻ പഠിച്ചു, അസൈൻമെന്റ് ഓപ്പറേഷൻ പഠിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ പോണത് സ്ട്രിങ്സ് എന്ന് പറഞ്ഞ വേറെ ടൈപ്പ് വേരിയബിൾസിലേക്കാണ്. സ്ട്രിങ്സ് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച വേരിയബിൾ ഇന്റിജർ ഫ്ലോട്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷനോ അങ്ങനെ എന്തെങ്കിലും ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ഒന്നില്ലെങ്കിൽ റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റിജർ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഫ്ലോട്ട് എന്നുള്ള പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്റിജർ എന്നുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇനി ചിലപ്പോൾ പ്രോഗ്രാമിങ്ങിൽ ആവശ്യം വരിക, ചിലപ്പോൾ നമ്മുടെ പേരുകൾ ആവശ്യം വരും. ഒരാളുടെ പേര്, ഇപ്പൊ എന്റെ പേര് ഷാജു KY, അതൊരു എൻ്റെ പേരാണ്. ആ പേരിനെ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പേര് ഒരിക്കൽ പ്രോഗ്രാമിങ്ങിൽ കൊടുത്താൽ പേരും ഒരിക്കലും മാറ്റേണ്ട ആവശ്യം വരില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രോസസ് ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ എന്റെ പേര് വേറെ ആളുടെ പേര് ആയിട്ട് ആഡ് ചെയ്യേ സബ്ട്രാക്ട് ചെയ്യേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കോളേജിന്റെ പേര് ക്രൈസ്റ്റ് കോളേജ് പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ സംഗതികൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഡിക്ലെയർ ചെയ്യല്ല, സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഡിക്ലറേഷന്റെ ആവശ്യമില്ല, പൈത്തണിൽ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ചേഞ്ച് ചെയ്യാത്ത സംഭവങ്ങൾ. മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റൂട്ടോ. നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, സ്ട്രിങ്ങിനെ കുറെ പ്രോസസ് ഒക്കെ ചെയ്യാം. നോർമലി നമ്മളിപ്പോൾ കൊടുക്കുക ഒരു ക്രൈസ്റ്റ് കോളേജ് പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ നോർമലി എവിടെ മാറ്റേണ്ട ആവശ്യമില്ല. ആ പേര് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടി വരും എന്നല്ലാതെ ആ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് നമുക്ക് അതിനെ പ്രത്യേകിച്ച് പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അങ്ങനത്തെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പൊ നോർമലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ. അതെങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ ഇട്ടിട്ട് നമുക്ക് സ്ട്രിങ് ടൈപ്പ് വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ കണ്ടില്ലേ, വെറുതെ സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ ആണ്. അപ്പൊ സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പൊ A കോട്ട്സിന്റെ ഉള്ളില് സ്പാം എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ വെറുതെ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാം എക്സ് എന്ന് എഴുതി വരും. അങ്ങനെ ഒരു വേരിയബിളിൽ അപ്പൊ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ടൈപ്പ് വേരിയബിൾ ആണ്. അതിൽ സ്റ്റോർ ചെയ്ത വാല്യൂ ആണ് സ്പാം എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ. ഞാനിപ്പോ അത് ഇവിടെ ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ ഇങ്ങനെ സ്ട്രിങ് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഈ പൈത്തണിലുള്ള വേറൊരു പ്രത്യേകതയാണ് സ്ട്രിങ്സിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ക്രൈസ്റ്റ് എന്നുള്ളത് ഒരു വേരിയബിളിലും കോളേജ് എന്നുള്ളത് വേറൊരു വേരിയബിളിലും ആണെങ്കിൽ നമുക്ക് ഒരു പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ
പ്ലസ് സാധാരണ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുക. പക്ഷെ പൈത്തണില് നമുക്ക് പ്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ആവും. ഇപ്പൊ നോക്കൂ, വേർഡ് ഈക്വൽ ടു, ഞാൻ ഇങ്ങനെ എഴുതി കണ്ടില്ലേ, വേർഡ് ഈക്വൽ ടു ഹെൽപ്പ്, അതൊരു സ്ട്രിങ് ആണ്, പ്ലസ് എ എന്ന് പറഞ്ഞത് വേറൊരു സ്ട്രിങ് ആണ്. പക്ഷെ ഈ പ്ലസ് വെച്ചിട്ട് ഇത് രണ്ട് ഉണ്ടാവുക ശരിക്കും ഓപ്പറേഷൻ നടക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യല്ല, ഒരെണ്ണത്തിന്റെ പിന്നാലെ മറ്റേത് എഴുതി വെക്കും, ഗ്ലൂ ചെയ്യും. കോൺകാറ്റിനേറ്റ് ചെയ്യാന്ന് അതിന് പറയാം. ഈ വാക്ക് പഠിച്ചോ, കോൺകാറ്റിനേഷൻ. സോ ഈ പ്ലസ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിന്റെ കേസിൽ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യും. പൈത്തണിൽ വർക്ക് ചെയ്യും, മറ്റുള്ള ലാംഗ്വേജിൽ വർക്ക് ചെയ്യില്ല. പൈത്തണില് പ്ലസ് ഉപയോഗിച്ചിട്ട് അരിത്തമെറ്റിക് അഡീഷൻ നടത്താം. രണ്ടാമത്തെ ഓപ്ഷനാണ് സ്ട്രിങ്സിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി വേർഡ് അടിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് എന്നാണ് വരിക. കണ്ടോ, ഹെൽപ്പ്. ഇനി അതുപോലെ വേറൊരു ഓപ്ഷനാണ് ഈ സ്റ്റാർ ആസ്ട്രിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഉപയോഗിച്ച് നോക്കുക, വേർഡ് ഇൻറ്റു 5 എന്ന് ഉപയോഗിച്ചിരിക്കുക. കണ്ട, വേർഡ് ഇൻറ്റു 5. അപ്പൊ ഈ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് എന്നാണ്, ഹെൽപ്പ്. അപ്പൊ ഇൻറ്റു കാണിക്കുന്നത് 5 പ്രാവശ്യം ഹെൽപ്പ് 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 അങ്ങനെ എഴുതി വരും. മനസ്സിലായോ? സ്ട്രിങ് മാനിപ്പുലേഷൻ മനസ്സിലായില്ലേ? ഓക്കെ, ഇത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ സമയം കളയണ്ട വെച്ചിട്ടാണ്. ന്യൂ ഷെയർ എവിടെയാ? അവിടെ. ഓക്കെ, ഇനി വെറുതെ വേണമെങ്കിൽ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി, സി ഈക്വൽ ടു ക്രൈസ്റ്റ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ആണ് അതിന്റെ ഉത്തരം. കണ്ടില്ലേ? കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? സി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് എന്നാണ്. ഇനി ഞാൻ വേറെ ഒരു സ്ട്രിങ് കൂടെ എഴുതാം. ഡി ഈക്വൽ ടു കോളേജ്. ഞാനൊരു സ്പേസ് ഇട്ടാണ് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്, കോളേജ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോളേജ് ആണ്. ഇനി ഞാൻ സി പ്ലസ് ഡി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കാണും? കണ്ടില്ലേ? ക്രൈസ്റ്റ് കോളേജ് എന്ന് എഴുതി വരും. കണ്ടോ? സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് കോളേജ് ആണ്. പ്ലസ് വെച്ചിട്ട് നമുക്ക് കോൺകാറ്റിനേഷൻ നടത്താം സ്ട്രിങ്ങിന്. അതുപോലെ ഞാനിപ്പോ അതെ സി ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? ക്രൈസ്റ്റ് 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 എന്ന് 3 പ്രാവശ്യം എഴുതി വരും. കണ്ട, ഇതാണ് സ്ട്രിങ്ങിന്റെ. പൈത്തൺ കുറച്ചും കൂടെ സ്ട്രിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. മറ്റുള്ള ലാംഗ്വേജൊന്നും അധികം സപ്പോർട്ട് ചെയ്യില്ല സ്ട്രിങ്ങിനെ. സ്ട്രിങ് മാനിപ്പുലേഷൻ അധികം സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ പൈത്തൺ ഭയങ്കരമായിട്ട് സ്ട്രിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. കുറെ ഓപ്പറേഷൻസ് ചെയ്യാം സ്ട്രിങ്ങിന്. ഓക്കെ, രണ്ടാമത്തെ ഈ സ്ട്രിങ്ങിന്റെ ശരിക്കും പറഞ്ഞാൽ ഇൻഡെക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് സ്ട്രിങ്ങിനെ. അതായത് സി, ഇപ്പൊ ഞാൻ സി അല്ലേ കാണിച്ചേ, സി ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ സി മാറില്ല കേട്ടോ. സി 3 പ്രാവശ്യം എഴുതി കാണിക്കും, അത്രേ ഉള്ളൂ. സിക്ക് മാറ്റില്ല, സി ക്രൈസ്റ്റ് തന്നെയായിരിക്കും. പക്ഷെ ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സി എന്ന് പറഞ്ഞ വാരിയബിള് ഇൻഡെക്സ്ഡ് ആണ്. എന്നിട്ട് ഇൻഡെക്സിങ് വെച്ചിട്ട് വർക്ക് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ ഇതിൽ ഇങ്ങനെ സി എന്ന് എഴുതിയിട്ട് ആ ഇൻഡെക്സ് എങ്ങനെ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 0 എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി ആണ്. 1 2 3 4 5 അങ്ങനെ 6 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും 0 to 5 ആയിട്ടാണ് ഇൻഡെക്സിങ് നടക്കുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില് ഞാനിപ്പോ 1 എഴുതിയെന്ന് വെച്ചോ. സി സ്ക്വയർ ബ്രാക്കറ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്യാരക്ടർ വരാന്നറിയോ? രണ്ടാമത്തെ ക്യാരക്ടർ വരും. കാരണം അത് 0, സി സ്റ്റാർട്ട് ചെയ്യണത് 0 എന്നാണ്. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ 0 ആണ്. എച്ച് ആണ് 1 വരിക. ഇപ്പൊ സി 1 എന്ന് പറഞ്ഞാൽ എച്ച് ആണ് എഴുതി കാണിക്കുക. കണ്ടില്ലേ? അങ്ങനെ നമുക്ക് അടുത്ത് ഇനി -1 വർക്ക് ചെയ്യും. അത് പക്ഷേ റൈറ്റ് എൻഡിൽ നിന്ന് വർക്ക് ചെയ്യാം.
-1 എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡിൽ നിന്ന് ഇൻഡെക്സിങ് നടക്കുകയാണെങ്കിൽ 0 അല്ല കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് 0 1 2 3 4 5. റൈറ്റിൽ നിന്ന് മൈനസ് ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്തെടുക്കാം. അതാണെങ്കിൽ 1 2 3 4 -1 -2 -3 -4 -5 -6 അങ്ങനെയാണ് ഇൻഡെക്സിങ് എടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കണം. ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും. ഈ ഇൻഡെക്സിങ്, അതായത് ഈ സ്ട്രിങ്ങിനെ നമുക്ക് സി എന്ന് പറയുന്ന വേരിയബിളിനെ, ഞാനിപ്പോ സി കൊടുത്തോണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം. ഞാൻ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം. എവിടെയാണ്? ഇവിടെ സി എന്നുള്ളതിന് പകരം എ കൊടുക്കാം. എ കണ്ടില്ലേ? എ ഈക്വൽ ടു ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എ സ്ക്വയർ ബ്രാക്കറ്റ് 3 അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞ ഉത്തരം എന്തായിരിക്കും? എസ് ആയിരിക്കും. കേട്ടാ, A4 എന്ന് പറഞ്ഞാൽ എസ് ആയിരിക്കും ഉത്തരം. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ സ്ട്രിങ്ങിനെ നമുക്ക് ഇൻഡെക്സ് ചെയ്തെടുക്കാം. ഇതിനെ ശരിക്കും പറഞ്ഞാൽ സ്ലൈസിങ് എന്നാണ് പറയാ. മുറിച്ച് ഇങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇൻഡെക്സിനെ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്ട്രിങ് മാനിപ്പുലേഷൻ. ഓക്കെ, ഇതല്ല. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചില്ല. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പഠിച്ചു, സ്ട്രിങ് മാനിപ്പുലേഷൻ കുറച്ച് ഓപ്പറേഷൻസ് പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ റിപ്പീറ്റേഷൻ, അതുപോലെ സ്ലൈസിങ് മുഴുവൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഈ സ്ട്രിങ്ങിന്റെ ഇൻഡെക്സിങ് പഠിപ്പിച്ചു, എങ്ങനെ ഇൻഡെക്സ് ചെയ്തേക്കണെന്ന് പഠിപ്പിച്ചു. അടുത്തത് നമുക്ക് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സമയത്തൊക്കെ ചിലപ്പോൾ കീബോർഡിൽ നിന്നും വല്ല വാല്യൂ റീഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാം, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇൻപുട്ട്